പഴയ ഇരുമ്പേ, പ്ലാസ്റ്റിക് കുപ്പികളെ കൊടുക്കാനുണ്ടോ? പ്ലാസ്റ്റിക് കൊടുക്കണ്ടോ? പാത്രങ്ങളെ, ഇരുമ്പേ, കുപ്പികളെ, പേപ്പറേ വല്ലതും കൊടുക്കണ്ടോ? പാത്രങ്ങളെ, ഇരുമ്പേ, അവിടെ ആരുമില്ല. അവിടെ ആരാ ഒളിച്ചിരിക്കണേ? നിങ്ങളെന്താ ഇവിടെ ഒളിച്ചിരിക്കണേ? കണ്ടല്ലേ, ഇനി നിങ്ങൾ വിളിക്ക്, ഞാൻ കണ്ടുപിടിക്കാം. ഒറ്റയ്ക്കാണോ ഒളിച്ച് കളിച്ചിരുന്നേ? എനിക്കങ്ങനെ ബോറടിച്ചാൽ ഞാൻ ഒളിച്ചിരിക്കും. കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ കണ്ടുപിടിക്കും. അത് പോട്ടെ, നിങ്ങളാരാ? ഞങ്ങളന്ന് കാറ് നോക്കിയിരുന്നേ. വന്ന് നോക്കിയതല്ലേ, പിന്നെ എന്നും വന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? അതല്ല, ഞങ്ങള് കാറ് വാങ്ങാൻ വന്നതാണേ. ഈ കാറ് വിൽക്കാനുമില്ല വാങ്ങിക്കാനുമില്ല. നിങ്ങൾ പൊക്കോ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. അന്ന് പറഞ്ഞ് ഉറപ്പിച്ചതാണല്ലോ എല്ലാം. ഞങ്ങൾ അഡ്വാൻസും കൊണ്ടാ വന്നേ. അഡ്വാൻസും കൊണ്ടാണോ വന്നേ? ആ, എത്ര രൂപ അഡ്വാൻസ്? 50,000. ആണോ? അഡ്വാൻസും കൊണ്ടാണോ വന്നേ? എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ വെറും കൈയോടെ തിരിച്ചു പോയാൽ മതി. അല്ല, വെറും കൈയോടെ തിരിച്ചു പോകണ്ട. ആ അഡ്വാൻസ് തന്നേക്ക്, കാറ് കൊണ്ടുപോകോ, എന്തെങ്കിലും ആവട്ടെ. കാരണം മോശമല്ലേ, നിങ്ങൾ ഇത്രയും ദൂരം വന്നതല്ലേ. രാഹുകാലം തീരുന്നതിന് മുമ്പ് അഡ്വാൻസ് തന്നു. അല്ല, അച്ഛനും അമ്മയോടെ പോയി. അമ്മയും അവർ രാവിലെ കാശിക്ക് എട്ടിയെടുത്തു. അല്ല, കാശിക്ക് പോയി. പിന്നെ ഇനിയിപ്പോൾ നാളെ രാവിലെ വരും. ഇന്ന് പോയിട്ട് നാളെ രാവിലെ വരുമോ? അല്ല, നാളെ രാവിലെ അല്ല, ഒരു മാസം കഴിഞ്ഞ് വരും. ചേട്ടാ, ഈ കാറിന്റെ ചാവി ഒന്ന് തരുമോ? ഒന്ന് ഓടിച്ചു നോക്കാനായിരുന്നു. നോക്കേണ്ട കാര്യമില്ല. 4 പുത്തൻ ടയർ, സിംഗിൾ ഓണർ, ഡോക്ടറുടെ വണ്ടി. ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് എടുത്തോ. അപ്പോൾ നിങ്ങൾ ഡോക്ടറാണോ? ഡോക്ടറൊന്നുമല്ല, ഒരു വണ്ടി കച്ചവടം ആകുമ്പോൾ ഈ 3 കാര്യങ്ങൾ പറയണം. അതൊരു നിയമമാണ്. എന്നാലും ഒന്ന് ഓടിച്ചു നോക്കാറുന്നോ? അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. അച്ഛനും അമ്മ വീട് പൂട്ടിയിട്ടാണ് പോയത്. അതുകൊണ്ട് ചാവി വീടിൻ്റെ ഉള്ളിലായിപ്പോയി. ഇപ്പം അതുകൊണ്ടല്ലേ ഞാൻ പുറത്ത് നിൽക്കണേ. കുഴപ്പമില്ല, അത് സാരമില്ല. നിങ്ങൾ അഡ്വാൻസ് തന്നിട്ട് നിങ്ങൾ കാർ കൊണ്ടുപോകോ. അല്ല, അഡ്വാൻസ് തന്നിട്ട് നാളെ വന്നോ. അപ്പോഴേക്കും ഞാൻ വീട് കുത്തി തുറന്ന് കാറിന് ചാവി എടുത്ത് തരാം. അയ്യോ, ചാവി തരാതെ എങ്ങനെയാ? അച്ഛനോടൊന്ന് വിളിച്ചു ചോദിച്ചൂടെ വേറെന്തെങ്കിലും വഴിയുണ്ടോന്ന്? ഓ, അതാണ് തമാശ. എൻ്റെ ഫോണും വീടിൻ്റെ ഉള്ളിലായിപ്പോയി. നിങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും ഫോണുണ്ടോ? ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് വിളിച്ച് ചോദിക്കായിരുന്നു. ചാവി എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫോണുണ്ടോ കയ്യിൽ? ഐഫോൺ മതി. ഹലോ, കാശിക്ക് പോയ അച്ഛാ? ഞാൻ തന്നെ. അതെ, വീടിൻ്റെ ചാവി കൊണ്ടുപോയല്ലേ? വേറെ ചാവി ഉണ്ടായിരുന്നോ? എൻ്റെ കയ്യിലുള്ളത് കളഞ്ഞുപോയി. വിമല ചേച്ചിയുടെ അടുത്ത് കൊടുത്തിട്ടാണോ പോയേ? ഓക്കെ, ശരി. ഒന്നും മേടിക്കണ്ട. ചാവി ഇവിടെ വിമല ചേച്ചിയുടെ വീട്ടിനോട് ഒരു 10 മിനിറ്റ് ദൂരം. ഞാൻ പോവും, എടുക്കും, വരും. അത്രയേ ഉള്ളൂ.
നിങ്ങൾ അഡ്വാൻസ് തന്നോ, അഡ്വാൻസ് കൊണ്ട് ഞാൻ പോയി അവരുടെ അടുത്ത് ചാവി വാങ്ങിക്കും, ചാവി നിങ്ങൾക്ക് തരും. ഞാൻ വിമല ചേച്ചിയുടെ അവിടെ പോയിട്ടേ ചാവി എടുത്തിട്ട് വരാം. ഈ ഫോൺ തൽക്കാലം ഞാൻ ഒന്ന് കയ്യിൽ വെക്കുന്നുണ്ട്, കാരണം അവിടെ എത്തിയിട്ട് വിളിക്കേണ്ടി വന്നാൽ എൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പോയിട്ട് വേഗം വരാം. സ്കൂട്ടറിൻ്റെ ചാവിയും തന്നിരുന്നു ഈ വിമല ചേച്ചിയുടെ അവിടെ പോയിട്ട് പെട്ടെന്ന് വരായിരുന്നു. ദൈവമേ, 50,000 രൂപ, ഒരു സ്കൂട്ടർ, ഹെൽമറ്റ്, ഐഫോൺ. ഇന്ന് കണ്ടവനെ എന്നും കാണാൻ പറ്റണേ.